ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ ആറുലകം എന്ന് പറഞ്ഞിട്ടൊരു ആളൊരുക്കം. ആളൊരുക്കം. ഇന്ദ്രൻ ചേട്ടനോട് അതിനുശേഷം ഞാൻ വാരണാസിയിൽ ഇന്ദ്രൻ ചേട്ടൻ സെൻട്രൽ ചെയ്യുന്നൊരു പടമുണ്ട്, വാരണാസി ബേസ് ചെയ്ത്. അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പൊ അതിലെ ഏറ്റവും ഭയങ്കര ഫാക്ടർ ഇന്ദ്രൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാന്നുള്ളതായിരുന്നു. അത് ഞാൻ 1-2 സീൻസിലൊക്കെ ഉള്ളു അതിൽ. ബട്ട് അതിന്റെ ക്യാച്ച് അതായിരുന്നു. അപ്പൊ എനിക്ക് അത്രയും ഹ്യൂജ് റെസ്പെക്ട് ആൻഡ് ലവ് ഉള്ള ആളാണ്. ഫസ്റ്റ് നമ്മൾ അഭിനയിക്കാൻ ആളൊരുക്കത്തിൽ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ എന്റെ ഷോൾഡറിൽ ഓട്ടിയസ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡയലോഗ് എടുക്കുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ എന്റെ ഷോൾഡറിൽ വെച്ചിട്ട് ഇപ്പൊ എന്റെ ഫേസ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ അത് തെറ്റിയിട്ട് എന്നോട് സോറി സർ ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ ചെന്നേക്കാം ദേവി അത് മറ്റേ നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ പറയും, അതായത് പുള്ളി എവിടെയാ നിൽക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല, ഒരറിവില്ല മനുഷ്യന് പുള്ളിയുടെ. അല്ല എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഈ പുതിയതായിട്ട് വരുന്ന ഒരാളെന്നുള്ളതല്ലാതെ സെയിം ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്രയും സീനിയർ ഒരാള് അത്രയും ജൂനിയർ ആക്ടേഴ്സോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സിനോടോ ഇത്ര റെസ്പെക്ട്ഫുൾ ആവുന്നത് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്.